പാർട്ടിയിലെ അച്ചടക്ക നടപടികളും ഗുരുതര ആരോപണങ്ങളും ഒരുമിച്ച് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങളിൽ വ്യക്തമായ നിലപാടെടുക്കാൻ കഴിയാതെ ഉഴലുകയാണ് കോൺഗ്രസും യു.ഡി.എഫും. നേതാക്കളുടെ പരസ്പര വിരുദ്ധ പ്രതികരണങ്ങളും മണിക്കൂറുകൾക്കുള്ളിൽ മാറിമറിഞ്ഞ നിലപാടുകളും മുന്നണിക്കുള്ളിലെ ആഴത്തിലുള്ള ആശയക്കുഴപ്പമാണ് പുറത്തു കൊണ്ടുവരുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിന് വീണ്ടും സീറ്റ് നൽകില്ലെന്ന് തുറന്നു പറയാൻ ധൈര്യം കാട്ടാതെ നിൽക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. അച്ചടക്ക നടപടിയെടുത്ത നേതാവിനെ കുറിച്ച് വ്യക്തമായ തീരുമാനം പറയാൻ കഴിയാത്തത് പാർട്ടിയുടെ രാഷ്ട്രീയ ദൗർബല്യത്തെയും ആഭ്യന്തര സമ്മർദ്ദങ്ങളെയുമാണ് വ്യക്തമാക്കുന്നത്. രാഹുലിന് പാലക്കാട് സീറ്റ് നൽകരുതെന്ന നിലപാട് പറഞ്ഞ മുതിർന്ന നേതാവ് പി.ജെ. കുര്യൻ അച്ചടക്ക നടപടി പിൻവലിച്ചാൽ രാഹുലിന് മത്സരിക്കാമെന്ന് പിന്നീട് തിരുത്തി. ഇത് പാർട്ടിയിലെ ആശയക്കുഴപ്പത്തിന് വലിയ തെളിവാണ്. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിലപാട് മാറ്റേണ്ടി വന്നത് മുതിർന്ന നേതാക്കൾ പോലും വിഷയത്തിൽ ഉറച്ച നിലപാടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെയായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും പ്രതികരണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കാൻ രാഹുലിന് സാധിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനുള്ളിലെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണത്. മണിക്കൂറുകളുടെ ഇടവേളയിലാണ് പി.ജെ. കുര്യൻ നിലപാട് മാറ്റിയത്. പെരുന്നയിൽ കുര്യന്റെ കാതിൽ രാഹുൽ പറഞ്ഞ രഹസ്യമെന്തെന്ന് ഇതുവരെ വ്യക്തമല്ല. എങ്കിലും തന്നെ ഉപദ്രവിച്ചാൽ തനിക്കും പലതും പറയേണ്ടി വരുമെന്ന ഭീഷണി കലർന്ന മുന്നറിയിപ്പിലാണ് മുതിർന്ന നേതാവ് നിലപാട് മാറ്റിയതെന്നാണ് കോൺഗ്രസിലെ അണിയറ വർത്തമാനം. ഈ ഗൂഢാലോചനവാദങ്ങൾ ശക്തമായതോടെ പാർട്ടിക്കുള്ളിലെ അധികാര രാഷ്ട്രീയവും പരസ്പര ഭീതിയും വീണ്ടും ചർച്ചയാവുകയാണ്. പക്ഷേ രാഹുലും കുര്യനും ഈ ആരോപണം പരസ്യമായി തള്ളിക്കളയുന്നുമുണ്ട്. എങ്കിലും പരസ്യ നിഷേധങ്ങൾക്കപ്പുറം നിലപാട് മാറ്റം തന്നെ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. പാർട്ടിക്ക് പുറത്തായ രാഹുലിന് ഇനിയും സീറ്റുണ്ടോ എന്ന ചോദ്യത്തിന് ഉറപ്പിച്ചൊരു നോ പറയാൻ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിക്കും സാധിച്ചിട്ടില്ല. ദേശീയ നേതൃത്വത്തിലെ ഈ മൗനം പ്രാദേശിക വിവാദങ്ങളെ നേരിടാൻ കേന്ദ്രത്തിന് വ്യക്തമായ തന്ത്രമില്ലെന്ന വിമർശനവും ഉയർത്തുന്നുണ്ട്. UDF കൺവീനർ അടൂർ പ്രകാശും ചോദ്യത്തോട് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. പാർട്ടിക്ക് പുറത്തായ ആളെ കുറിച്ചുള്ള ചർച്ച അനാവശ്യമെന്നായിരുന്നു മുരളീധരന്റെ മറുപടി. UDF നേതാക്കളുടെ ഈ ഒഴിഞ്ഞുമാറൽ മുന്നണിക്ക് വിഷയത്തെ നേരിടാനുള്ള രാഷ്ട്രീയ ധൈര്യം കുറവാണെന്ന വിലയിരുത്തലിലേക്കാണ് എത്തുന്നത്. രാഹുലിനെതിരെ സ്വീകരിച്ച കടുത്ത നിലപാടിൽ VD സതീശൻ മാറ്റം വരുത്തിയിട്ടില്ല. എങ്കിലും ലൈംഗികാരോപണങ്ങളിലെ കേസുകളുടെ ഭാവി നോക്കിയ ശേഷം രാഹുലിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം മതിയെന്ന അഭിപ്രായം പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് ഇപ്പോഴുമുണ്ട്. സീറ്റില്ലെന്ന് ഇപ്പോഴേ തറപ്പിച്ചു പറഞ്ഞാൽ സൈബർ ഇടപെടലിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാദികൾ നടത്തിയേക്കാവുന്ന ആക്രമണവും ഉറച്ച നിലപാട് പറയുന്നതിൽ നിന്ന് നേതാക്കളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. സൈബർ സമ്മർദ്ദം പോലും പാർട്ടി തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന അവസ്ഥയാണെന്ന ആരോപണം ഇതോടെ ശക്തമായിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ ഭർത്താവ് പരാതിയുമായി രംഗത്തെത്തി. ഇതോടെ വിഷയം രാഷ്ട്രീയ വിവാദത്തിനപ്പുറം നിയമപരവും സാമൂഹികവുമായ ഗൗരവത്തിലേക്കാണ് നീങ്ങുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുടുംബജീവിതം തകർത്തെന്നാണ് പരാതിക്കാരിയുടെ ഭർത്താവ് പറയുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. രാഹുലിനെതിരെ BNS 84 പ്രകാരം കേസെടുക്കണമെന്നാണ് ആവശ്യം. ഗുരുതരമായ ഈ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ നേതാവിനെ സംരക്ഷിക്കുന്ന സമീപനം പാർട്ടിക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പുകളും ഉയരുന്നുണ്ട്. തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയെ വശീകരിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. വലിയ മാനനഷ്ടമുണ്ടായെന്നും വിവാഹിതയാണെന്നറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചെന്നും പരാതിയിലുണ്ട്. താനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചതെന്നായിരുന്നു രാഹുൽ നിരത്തിയ വാദം. എന്നാൽ പ്രശ്നം പരിഹരിക്കാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തന്നെ വിളിച്ചില്ലെന്നും ഭർത്താവ് നൽകിയ പരാതിയിൽ ചോദിക്കുകയാണ്. ഈ ചോദ്യമാണ് രാഹുലിന്റെ വാദത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതെന്നും നിയമവൃത്തങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്.